നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സ്നേഹഭവനങ്ങളുടെ കട്ടില വെക്കലും രേഖാ കൈമാറ്റവും നടത്തി. തിരൂർ അഗതികളും നിലാരംബരുമായ 10 കുടുംബങ്ങൾക്ക് തിരൂരിൽ ഒരുങ്ങുന്ന സ്നേഹഭവനങ്ങളുടെ വസ്തുരേഖാ കൈമാറ്റവും വീടുകൾക്ക് കല്ലിടലും കട്ടിലവെപ്പും നടന്നു. തിരൂർ SSM പോളിടെക്നിക്കിന് സമീപം ഒരു വ്യക്തി സൗജന്യമായി നൽകിയ 40 സെന്റ് സ്ഥലം 10 കുടുംബങ്ങൾക്ക് വീടുകൾ വെക്കുന്നതിനായി തുല്യമായി വീതിച്ചു നൽകിയ വസ്തുവിൽ ഇതിനകം ജനകീയ പങ്കാളിത്തത്തോടെ 8 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിരുന്നു. മറ്റ് 2 വീടുകളാണ് നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. SSM പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കോഹിനൂർ നൌഷാദ് ചെയർമാനും മുജീബ് താനാളൂർ ജനറൽ കൺവീനറും ഖാദർ പഞ്ചമി ട്രഷററുമായ ജനകീയ സമിതിക്കാണ് വീടുകളുടെ നിർമ്മാണ ചുമതല. പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വസ്തുരേഖ കൈമാറ്റവും വീടിന്റെ കട്ടില വെക്കലും MLA നിർവഹിച്ചു. മനുഷ്യ സ്നേഹത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും ഉദാത്തമായ മാതൃകയാണ് സ്നേഹഭവനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി അധ്യക്ഷയായി. സംസ്ഥാന പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗഫൂർ പിലിലീസ് വീടിന്റെ കല്ലിടൽ കർമ്മം നിർവഹിച്ചു. SSM പോളിടെക്നിക് പ്രിൻസിപ്പൽ ഡോക്ടർ PI ബഷീർ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കോഹിനൂർ നൌഷാദ്, കൺവീനർ മുജീബ് താനാളൂർ, C ജൗഹർ, P കോയ, ദിലീപ് അമ്പായത്തിൽ, അൻവർ സുലൈമാൻ, K സമദ്, അഭിനവ് എന്നിവർ സംസാരിച്ചു. കാരുണ്യ കുറവ് പറ്റാത്ത ചില മനുഷ്യരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന്റെ ബാക്കി പത്രമാണ് ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ തുടക്കത്തിന് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഏവരും പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനായ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നൌഷാദ് 40 സെന്റ് സ്ഥലം സൗജന്യമായി നൽകുകയും അത് 10 കുടുംബങ്ങൾക്ക് വേണ്ടി 4 സെന്റ് വെച്ച് വീതിച്ചു നൽകുകയും ഇതിനകം 8 വീടിന്റെ പൂർണ്ണമായി നമുക്ക് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് 2 വീടിന്റെ പ്രധാനപ്പെട്ട ചടങ്ങിലാണ് നമ്മളുള്ളത്. നൌഷാദ് സാഹിബ് എന്ന ഒരു നല്ല മനുഷ്യന്റെ അദ്ദേഹത്തിന് ലഭിച്ച സ്വത്തിന്റെ 40 സെന്റ് സ്ഥലം പാവപ്പെട്ട അശരണർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. അതിൽ അദ്ദേഹം 10 ആളുകൾക്കായി 4 സെന്റ് വെച്ച് 10 വീട് നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് വന്നത്. അതിന് ചുക്കാൻ പിടിക്കാൻ SSM പോളിടെക്നിക്കിന്റെ NSS യൂണിറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒന്ന്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. അഗതികളും നിലാരംബരുമായ 10 കുടുംബങ്ങൾക്ക് 40 സെന്റ് സ്ഥലം നൽകിക്കൊണ്ട് നൽകിയ നല്ല മനസ്സിന്റെ ഉടമയായ നൌഷാദിക്കയെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. സംഘാടക സമിതിക്കും SSM പോളിടെക്നിക്കിലെ NSS വളണ്ടിയർമാർക്കും അഭിനന്ദനം. നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. പണവും സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ധാരാളമുണ്ട് നാട്ടിൽ. എന്നാൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള മനസ്സ് ഉണ്ടാവാറില്ല. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു സ്വർണത്തിന്റെ മലയുണ്ട് ഒരാൾക്ക്, സ്വർണത്തിന്റെ മല. അപ്പൊ ആ മല സംരക്ഷിക്കാൻ മാത്രമല്ല, ഇതുപോലെ ഒരു മല കൂടി അപ്പുറത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ആ മലയൊക്കെ ഉണ്ടാക്കിയാലും ഈ മനുഷ്യൻ മരിച്ചു പോകുമ്പോ അതിൽ നിന്ന് ഒരു പണത്തൂക്കം സ്വർണം പോലും കൊണ്ടുപോകാൻ കഴിയില്ല. അതിലെല്ലാവരും സോഷ്യലിസ്റ്റുകാരൻ 3 കഷ്ടം തുണി, 3 കഷ്ടം തുണിക്കപ്പുറം ആർക്കും ഒന്നും കൊണ്ടാകാൻ പറ്റാറില്ല.
അവകാശികൾ തന്നെയാണ്. ഞാൻ മരിച്ചാൽ എനിക്കുള്ള സ്വത്തിന്റെ അവകാശികൾ എന്റെ മക്കളായി മാറും. അപ്പൊ അതുകൊണ്ട് നാളത്തേക്ക് കരുതി വയ്ക്കുന്ന മഹാന്മാരുണ്ട് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഇടയിൽ. നമുക്ക് അവരെ പ്രകീർത്തിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമ്പത്ത് ഞാൻ കെട്ടിപ്പിടിച്ച് ഇരുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് നമ്മുടെ മുമ്പിൽ നിറസാന്നിധ്യമായിട്ടുള്ള നൗഷാദ് സാഹിബ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് 40 സെന്റ് സ്ഥലം കൊടുക്കാൻ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. 4 സെന്റ് കൊടുക്കാൻ കെൽപ്പുള്ളവരും ചിലപ്പോൾ ഈ സദസ്സിൽ കൂടിയവരെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്നില്ല. നല്ല മനസ്സ് വെക്കാൻ, അതിലേക്ക് വേണ്ടി ഒരു 4 രൂപയെങ്കിലും കൊടുക്കാൻ കഴിയുന്നവർ നമ്മുടെ അടിയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. നൗഷാദ് കോയമാഷും ജോറും പ്രിൻസിപ്പൽ ബഷീർ സാറും അതുപോലെ തന്നെ അൻവർ സാറും മുജീബ് അടക്കം വരുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ദിലീപ് അടക്കം വരുന്ന പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ് മഴ കൊള്ളാതെ എൻ്റെ കുട്ടികൾക്ക് വെയിലേൽക്കാതെ കയറിക്കെടുക്കാനുള്ള ഒരു ചെറിയ ഭവനം സാധ്യമാകുക എന്ന്. ഒരുപക്ഷെ ഒരു പുരുഷായുസ് മുഴുവൻ പ്രവാസ ലോകത്ത് ജീവിച്ച് 10, 30, 40 വർഷക്കാലം ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ സമ്പാദ്യം പോലും കേവലം ഒരു ചെറിയ വീടും അതിലേറെ കടങ്ങളും അതിലേറെ മാരകമായിട്ടുള്ള അസുഖങ്ങളുമാണ് 10, 30 വർഷക്കാലം ഒരു പുരുഷായുസിന്റെ നല്ല ഭാഗം ചെലവഴിച്ച ആളുകൾക്ക് പോലും ഉണ്ടാകാറ്. അവിടെയാണ് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായിട്ട് മാറുന്നത്. വീടില്ലാത്ത മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട് നൽകുക എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും മാത്രമായിട്ടുള്ള പുണ്യമാണ്. ഇവിടെ പ്രിയപ്പെട്ട നൗഷാദ് ഒരു പേരും ആഗ്രഹിക്കാതെ, ഒന്നും തന്നെ ആഗ്രഹിക്കാതെ 40 സെന്റല്ല 44 സെന്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 44 സെന്റ് സ്ഥലം, അതും ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന, സെന്റിന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന തിരൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തിലാണ് ഇത്രയധികം കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ സ്ഥലം നൽകാനുള്ള മഹാമനസ്കത കാണിച്ചിട്ടുള്ളത്. 10 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം ഒരു മനുഷ്യൻ ദാനമായി നൽകുകയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ആശ്രമം കെയർ ഹോമിന് വേണ്ടി ഇതിന് തൊട്ടടുത്ത് തന്നെ 17 സെന്റ് സ്ഥലം, നാട്ടിലെ വില കുറച്ച് ഇവിടെ 3-3 ലക്ഷം ഉറുപ്പിക ഉള്ളപ്പോഴേ ഒരു നാമമാത്ര തുക വാങ്ങി ഞങ്ങൾക്ക് കൈമാറുകയുണ്ടായി. ഏറ്റവും എന്താ ഈ റംസാൻ മാസത്തിൽ ഏറ്റവും നല്ലൊരു ചടങ്ങിനാണ് ഞങ്ങൾ ശാസ്ത്രം വഹിക്കുന്നത്. ഇതിന് മുൻകൈ എടുത്ത നൗഷാദ് സാഹിബിന് എല്ലാവിധ അനുഗ്രഹവും നേരത്തെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വൈസ് ചെയർമാൻ, അതേപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ നഗരസഭയുടെ അധ്യക്ഷൻ അടക്കമുള്ള എല്ലാവരെയും പ്രിൻസിപ്പളെയും ഈ ഒറ്റവാക്കിൽ നിന്ന് പറഞ്ഞു. മീഡിയ ന്യൂസ് തിരൂർ.